യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പല ആളുകളും ചോദിക്കാറുണ്ട് താടി വളരുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. പല ആളുകളും പല യുവാക്കളും ചോദിക്കാറുണ്ട് താടി വളരുവാനായിട്ട്, മീശ വളരുവാനായിട്ട്, അതുപോലെ തന്നെ കഷണ്ടിയിൽ മുടി വളരുവാനായിട്ട്, അങ്ങനെയൊക്കെ പല പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടിയും അതുപോലെ തന്നെ മുടിയും എങ്ങനെയാണ് വളർത്താൻ പറ്റുന്ന ഒരു മരുന്ന്. നമുക്ക് ചുറ്റും തന്നെയുള്ള ഒരു മരുന്നാണ് ഇത്. പല ആളുകളും ചെയ്ത്, അതുപോലെ തന്നെ ഇപ്പൊ ഞാനും ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പൊ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തിയിട്ടൊക്കെ ഇരിക്കുന്നില്ലേ. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് 100% വിജയിച്ച ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമുക്കൊക്കെ മേടിക്കാൻ കിട്ടുന്ന, നമ്മുടെയൊക്കെ ഷോപ്പുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആവണക്കെണ്ണ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന ഒരു സാധനമാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു 7 ദിവസം മാത്രമേ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഈ സാധനത്തിന്റെ ഈ ആവണക്കെണ്ണയുടെ പ്രോഗ്രസ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ഇത് യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇത് മേടിച്ചിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് ഒരു മെത്തേഡുണ്ട്. ആദ്യം നമ്മളൊക്കെ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന കറിവേപ്പില നമ്മൾ ആദ്യം എണ്ണയിലിട്ട് കാച്ചണം. ഈ കറിവേപ്പില എണ്ണയിലിട്ട് കാച്ചിയതിന് ശേഷം ഇതിൽ നിന്നുകൂടെ നമ്മൾ എടുത്തിട്ട് അത് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു കുപ്പി എണ്ണയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതേപോലുള്ളൊരു കുപ്പി എണ്ണയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ അത്രയും എണ്ണ എടുത്ത് കറിവേപ്പിലയും എടുത്ത് നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ എണ്ണ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ ഓയിൽ കൂടി അതിനകത്ത് ഒരു 2 സ്പൂണ് മിക്സ് ചെയ്യുക. ഇതുകൂടി 2 സ്പൂണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളിത് തലയിലും അതുപോലെ തന്നെ താടിയിലൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. താടിയും മുടിയും മീശയൊക്കെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഒരു 10-15 ദിവസം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കിടക്കാൻ നേരം ഇത് കഴുകി കളയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളിത് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളിത് തലയിൽ കുറച്ച് തേക്കുക. അതുപോലെ തന്നെ നമ്മൾ ബെഡിലപ്പോൾ വേറെ തുണിയൊക്കെ വിരിക്കേണ്ടി വരും, നമ്മൾ ഈ എണ്ണയൊക്കെ ബെഡിലാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ താടിയിൽ നമുക്ക് കുറച്ച് ഈർച്ചയുടെയൊക്കെ ഉണ്ടാവും, നമുക്കൊരു 10-15 ദിവസത്തെ ഈർച്ചയുടെയൊക്കെ ഉണ്ടാവും. പക്ഷേ 100% നിങ്ങൾക്ക് ബലം കിട്ടും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത്, താടിയൊക്കെ വളർത്തി ഈ കാണുന്നത്. അപ്പം ഇത് ഞാൻ തന്നെ ആദ്യം നോക്കി. പല ആളുകളും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാനിത് ഒന്ന് പരീക്ഷിച്ച് നോക്കി. കാരണം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ ഞാൻ തന്നെ അത് പരീക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇപ്പോൾ ഒരു 7 ദിവസമായിട്ട് ഞാനിത് അപ്ലൈ ചെയ്തു. നല്ല രീതിയിൽ താടിയും മുടിയും ഒക്കെ വളർന്നു. നിങ്ങളിത് പരീക്ഷിക്കുക. അപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പിടി കറിവേപ്പില എടുക്കുക, എണ്ണയിലിട്ട് തിളപ്പിക്കുക. ഇതിപ്പോൾ മുടി വളരുന്ന ആളുകൾക്ക്, ഇപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന പെൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ ആണുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള മുടി വളരുവാനായിട്ടുള്ള ഒരു നല്ല ടിപ്സ് കൂടിയാണ്. ആവണക്കെണ്ണ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ആവണക്കെണ്ണ ഡയറക്റ്റ് ഒരിക്കലും ആരും അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ബലം കിട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കറിവേപ്പില. എൻ്റെ ചാനലിൽ ഒരു കുറച്ച് വീഡിയോസുകൾ ബാക്ക് താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചുന്നതിന്റെ ഗുണം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മുടി വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ മുടി വളരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ആദ്യം ചെയ്യുന്നത് കറിവേപ്പില ഇട്ട് എണ്ണ തിളപ്പിക്കുക. എണ്ണ തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നിന്ന് 2 സ്പൂണ് എടുത്ത് അതിൽ മിക്സ് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരം ഇത് താടിയിലും തലമുടിയിലും തേച്ചിട്ട് നമ്മൾ കിടക്കുക. രാവിലെ എണ്ണീറ്റതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മളിത് മുഖം കഴുകുക. മുഖവും തലയൊക്കെ നല്ല കഴുകി കളയും. ഇങ്ങനെ നിങ്ങൾ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ബലം ലഭിക്കും. തലമുടിയും അതുപോലെ കഷണ്ടിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബലം നൽകും എന്നുള്ളത് ഞാൻ എഗ്രിയാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ഓണാക്കി ഇടുക. പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി ഇടാറില്ല. അങ്ങനെ ഓണാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ കിട്ടും. നമ്മുടെ എല്ലാ ആഴ്ചയും നമ്മൾ വലിച്ച് വീഡിയോസുകൾ ഇടാറില്ല. നമ്മൾ 1-2 വീഡിയോ നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ ഇടാറുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ലിജോ മല്ലശ്ശേരി. താങ്ക്സ് ഫോർ വാച്ചിങ്.